വീണ്ടും കാട്ടാന ജീവനെടുക്കുകയാണ്. വയനാട് പുത്തുമലയ്ക്കടുത്ത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിന് പരിക്കേറ്റു. ഊട്ടിയുടെ മുമ്പിൽ രണ്ട് ആനകൾ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആനയുടെ മുമ്പിൽ പെട്ടപ്പോൾ തന്നെ ഒരു ആന നേരെ വരികയും അപ്പോൾ തന്നെ സ്കൂട്ടി അവിടെ ഇട്ടുകൊണ്ട് രണ്ടുപേരും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത തന്നെ മുകളിലോട്ട് ഓടി കയറാനോ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ റോട്ടിൽ കൂടെ തന്നെ ഓടുന്നതിനിടയ്ക്ക് പുറകിൽ നിന്നാണ് ഈ ഭാര്യനെ ആന പിടിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥകൾ വലിയ പ്രയാസം നിറഞ്ഞാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി പണി ആണ് അദ്ദേഹത്തിന് ആകെയുള്ളത്. മറ്റു 3 പെൺമക്കളാണ് ഉള്ളത്. അവരൊക്കെ പഠനവും ബന്ധപ്പെട്ട പ്രയാസങ്ങളിലൊക്കെ നിൽക്കുന്നൊരു സമയത്താണ്. അതുപോലെ രോഗാവസ്ഥയിലൊക്കെ ഉള്ള ഒരാളാണ്. മറ്റ് സംവിധാനങ്ങളെല്ലാം വനം വകുപ്പ് ഒരുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഫലപ്രദമായിട്ട് രീതിയിലേക്ക് ജനങ്ങൾക്കിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു പ്രയാസമാണ്. തോട്ടത്തിലേക്ക് പണിക്ക് പോയിരുന്നു. ഒരാൾക്കാരുടെ ബൈക്കിൻ്റെ ബാക്കിൽ ഇരിക്കുന്നു. അപ്പോൾ അത് ആന കൊണ്ട് പിടിച്ച് വലിച്ചു എറിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കൃത്യമായിട്ട് അവിടെ പോയാലേ അറിയാൻ സാധിച്ചു. കമൽ വിവരങ്ങളുമായുണ്ട്. കമൽ, എനിക്ക് അവർ പറഞ്ഞ പൂർണ്ണമായും രണ്ടുപേരുടെയും വ്യക്തത വന്നില്ല. എങ്ങനെയാണ് സംഭവിച്ചത്, അവരുടെ മറ്റു വിവരങ്ങൾ? ദിവീഷ്, ഷാജി ഭാര്യ ജസ്യം ഒരുമിച്ച് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്നു. രാവിലെ ജോലിക്കായി പോയതാണ്. പ്രത്യേകിച്ച് നമ്മൾ ചൂരൽമലയ്ക്ക് പോകുന്ന റോഡാണ്. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ഈ പുത്തുമലയ്ക്ക് അടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അതങ്ങനെ സ്ഥിരമായി കാട്ടാൻ ഇറങ്ങുന്ന ഒരു പ്രദേശമല്ല. അപൂർവമായി രാത്രിയൊക്കെ ആന ഉണ്ടാവാറുണ്ടെങ്കിലും അങ്ങനെ മറ്റ് വനപാതകൾ പോലെ സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളൊരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായാണ് കാട്ടാന പെട്ടെന്ന് റോഡിലേക്ക് വന്നത്. ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന പിന്നാലെ എത്തി ആക്രമിക്കുകയായിരുന്നു. ജെസ്സിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു. ഷാജിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഷാജി. ജെസ്സിയും മറ്റെന്തോ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള കുടുംബമാണ്. എന്താണെങ്കിലും മൃതദേഹം ഇപ്പോൾ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ DFO പറഞ്ഞത് ഇന്ന് തന്നെ അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ നൽകും. കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലിയും ഉടൻ നൽകും. 30-ന് വനം മന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ വയനാട്ടിൽ ഉന്നതതല യോഗം ചേർന്ന് മറ്റു നടപടികൾ തീരുമാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മേപ്പാടി ടൗണിൽ CPIM-ന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ വനംവകുപ്പ് അധികൃതർ എത്തി ഈ 5 ലക്ഷം രൂപ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമല്ല. എന്തായാലും അല്പസമയത്തിനകം മേപ്പാടി ടൗണിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി. മേപ്പാടിയിൽ നിന്ന് പോകുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ കമൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ എപ്പോഴും ആന ഇറങ്ങുന്ന അല്ലെങ്കിൽ ആനയെ കാണുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ പരിചിതമായ വഴിയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. പെട്ടെന്നാണ് ആന മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നാലെ വന്ന് ജെസ്സിയെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. താൽക്കാലിക ജോലി നൽകുമെന്ന് അറിയിച്ചു. പക്ഷേ CPM ഇപ്പോൾ മേപ്പാടിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും വനംവകുപ്പ് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അത് ഇത്തരം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുന്നതാണ്. അത് എത്ര വിധത്തിൽ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് ആ നിലയ്ക്ക് ഫലവത്താകാറില്ല എന്നത് നാട്ടുകാരുടെ ഒക്കെ ഒരു പരാതിയാണ്. അതിപ്പോൾ പുതിയ സർക്കാരിനും പുതിയ മന്ത്രിക്കും ഒക്കെ അക്കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. അതിനിടയിലാണ് ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ CPM ഈ വിഷയം ഉയർത്തി സമരരംഗത്തേക്ക് വരുന്നത്.